എത്ര ദൂരമുണ്ട് ഈ വെള്ളച്ചാട്ടം? 4 കിലോമീറ്റർ. ഓ അടിപൊളി. ചേട്ടാ ഒന്ന് പോക്കോട്ടെ. ചേട്ടാ പോക്കോട്ടെ. ഓക്കെ, താങ്ക് യു. ഓ തല്ലിപ്പൊളി റോഡ്. ഇവിടെ എങ്ങനെയാണ് ഹാൻഡിൽ ബാർ? അയ്യോ പോയി. വണ്ടി വലിക്കുന്നില്ല. മറ്റൊന്നുമല്ല, ബാക്ക് ടയർ സ്പിന്നാവുന്നതാണ്. ഓഫ് റോഡ് ടയർ അല്ലാത്തതുകൊണ്ട് ഗ്രിപ്പ് കിട്ടുന്നില്ല. ടയർ കിടന്ന് കറക്കിലോടെ കറക്കും. വണ്ടി ഒന്ന് നിന്ന് കഴിഞ്ഞാൽ കണ്ടോ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഇതാണ് പ്രശ്നം. നമ്മൾ ഓവർ കുഴിക്കത്തിൽ ഓടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കും. അപ്പൊ ഈ ടാറിളകി ഇതുപോലെ തല്ലിപ്പൊളി റോഡിൽ കൂടിക്കാണ് നമ്മുടെ യാത്ര. വെരി നൈസ്. ഇതാ വീണ്ടും ഇളകിയ തല്ലിപ്പൊളി റോഡാണ്. ഇതൊക്കെ എന്ത് ഇതിനപ്പുറം ചാടിക്കളവച്ചുണ്ട് നമ്മളുടെ ഈ വണ്ടിയും കൊണ്ട്. വെരി നൈസ്. വേറെ വണ്ടി ഒന്നും ഓപ്പോസിറ്റ് വരാത്തത് കൊണ്ട് കുഴപ്പമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. അതല്ല വേറെ ഓപ്പോസിറ്റ് ഒരു വണ്ടിയും കൂടെ വരുവാണെങ്കിൽ സീനാണ്. ലെഫ്റ്റ് സൈഡ് പിടിച്ച് പോകാൻ പറ്റില്ല. വീണ്ടും പൊളിഞ്ഞ് ഇറക്കുന്നു. താഴെ വട്ടവടയുടെ ക്യാബേജ് കൃഷിയാണ് നിങ്ങൾ കാണുന്നത്. ക്യാബേജ് ഉണ്ട്, ബീൻസ് ഉണ്ട്. അപ്പൊ കൃഷികൾ കൊണ്ട് സമ്പന്നമായ നമ്മുടെ വട്ടവട ഗ്രാമം താഴെയാണ്. ഇത് ഉത്തര ഏരിയ. ഈ കാണുന്ന ഫുൾ ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ വട്ടവടയാണ്. അപ്പോൾ അവിടെ നിന്ന് ആ ചേട്ടൻ പറഞ്ഞാണ് ഏകദേശം 12 കിലോമീറ്റർ മാറിയാണ് നമ്മുടെ ചിലന്തിയാർ വെള്ളച്ചാട്ടം ഉള്ളതെന്ന്. അപ്പോൾ ചിലന്തിയാർ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വരെ എത്തിയിരിക്കുന്നത്. ഏകദേശം 12 കിലോമീറ്റർ ഉണ്ട്. ചെറിയ റോഡാണ്, പോക്കറ്റ് റോഡാണ്. ഓഫ് റോഡ് ചെയ്യേണ്ടി വന്നു ചില സ്ഥലത്ത് എഴുന്നേറ്റ് വണ്ടി ഓടിക്കേണ്ടതായിട്ട് വന്നു. അത്രയ്ക്ക് മോശം റോഡാണ്. പക്ഷെ റിസ്ക് എടുക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഈ വെള്ളച്ചാട്ടം കണ്ടു ഞാൻ പോകുന്നുള്ളൂ. അപ്പോൾ ബാക്കി വീട്ടിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോവാണ്. അങ്ങ് ദൂരെ നിങ്ങൾക്ക് ഒരു വെള്ളച്ചാട്ടം കാണാൻ പറ്റും. ഇതാണ് ചിലന്തിയാർ വെള്ളച്ചാട്ടം, അല്ലെങ്കിൽ ചിലന്തിയാർ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. ഇതെവിടെയാണ് സ്ഥലം ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാണുന്നത് വട്ടവട ഗ്രാമമാണ്. കൃഷികൾ കൊണ്ട് സമ്പന്നമായ നമ്മുടെ മൂന്നാറിൽ നിന്നും 52 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന തമിഴ്നാടിനോട് ചേർന്ന് കാണപ്പെടുന്ന വട്ടവട ഗ്രാമം. അപ്പോൾ ഇവിടെ നിന്ന് കറങ്ങി ഏകദേശം 12 കിലോമീറ്റർ ചുറ്റി കഴിഞ്ഞാൽ നമുക്ക് ആ കാണുന്ന ചിലന്തിയാർ വെള്ളച്ചാട്ടത്തിൽ എത്താൻ പറ്റും. അപ്പം നമ്മളുടെ യാത്ര ഈ ചിലന്തിയാർ വെള്ളച്ചാട്ടത്തിലേക്കാണ്. ചിലന്തിയാർ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓഫ് റോഡ് ചാടി പോകുന്നത്. ഞാനിപ്പോൾ വണ്ടി എഴുന്നേറ്റ് നിന്നാണ് ഓടിക്കുന്നത്. കാരണം റോഡ് മോശമാണ്. പെട്ടെന്ന് ബ്രേക്ക് ഇട്ട് കഴിഞ്ഞാൽ വണ്ടി പാളും. ഐ ലൈക്ക് അഡ്വഞ്ചർ. സോ മൈ ബൈക്ക് ഈസ് ഓൾസോ അഡ്വഞ്ചർ സ്പോർട്ട്. വട്ടവട ഗ്രാമത്തിൽ നിന്ന് ഏകദേശം 12 കിലോമീറ്റർ മാറിയാണ് നമ്മുടെ ഈ പറഞ്ഞ ചിലന്തിയാർ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം എനിക്കൊരു വ്യൂ പോയിന്റ് കിട്ടി. ചിലന്തിയാർ വെള്ളച്ചാട്ടത്തിന്റെ ദൂരെ കാണാൻ പറ്റും. ആ കാണുന്നതാണ് ചിലന്തിയാർ വെള്ളച്ചാട്ടം. അപ്പൊ വീണ്ടും കറക്കം തന്നെയാണ്. എന്ത് റോഡാണിത്! എപ്പിസോഡ് അപ്പൊ ഇങ്ങനൊക്കെ വൈൻഡ് അപ്പ് ചെയ്യേണ്ടതായി വരുമെന്ന് തോന്നുന്നു. വണ്ടി എതുവഴിയൊക്കെയാണ് പോകുന്നത് എനിക്കൊരു ഐഡിയ ഇല്ല. ബട്ട് ഇറ്റ്സ് ഗുഡ്. ഇറ്റ്സ് അഡ്വഞ്ചറസ്. തല്ലിപ്പൊളി റോഡ്. ഓ മൈ ഗോഡ്. എഴുന്നേറ്റിരുന്ന് വണ്ടി ഓടിക്കേണ്ട അവസ്ഥയാണ്. ഈ ഗട്ടറൊക്കെ കുഴിയും കാരണം പെട്ടെന്ന് ചെല്ലേണ്ട ആവശ്യമുണ്ട്. പക്ഷെ ഗട്ടറാണ്. ഓ മൈ ഗോഡ്. അപ്പൊ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ കുറെ വില്ലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇത് എന്ത് റോഡാണെന്ന് അറിയാൻ പറ്റില്ല. 2 റോഡ് കണ്ടായിരുന്നു. ഞാനിപ്പോ ഈ റോഡിൽ കൂടിയാണ് പോകുന്നത്. ചോദിച്ചു നോക്കാം. ചേട്ടാ വെള്ളച്ചാട്ടം എങ്ങനെ പോന്നേ? അതുവഴി അങ്ങ് മൂന്നാർക്ക് പോകാൻ പറ്റുമോ? അങ്ങോട്ട് ആ വെള്ളച്ചാട്ടം ഇതുവഴി തന്നെ തിരിച്ചു പോകാൻ പറ്റത്തുള്ളൂ? അതുവഴി പോവാം. ഓക്കെ. വീണ്ടും അഡ്വഞ്ചറസ്. വണ്ടിയുടെ പരിപ്പളയുന്ന തോന്നുന്നത്. ഞാൻ ട്രിപ്പ് പോകുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്. ഞാൻ അവിടെ നിന്ന് മെയിൻ ഒരു ഡെസ്റ്റിനേഷൻ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് വേറെ എങ്ങോട്ടൊക്കെ പോകാൻ പറ്റുമോ അതൊക്കെ പോകാറുണ്ട്. അതുകൊണ്ടാണ് മൈ ഗോഡ് ഒരു ഓഫ് റോഡ് അപാരത. ഈ വണ്ടിയും കൊണ്ട് ഇതൊക്കെ കാണിക്കാൻ പറ്റുമോ? പിന്നെ തീർച്ചയായിട്ടും കാണിക്കാൻ പറ്റും. ഇനി അപ്പുറം ഞാൻ കാണിച്ചിട്ടുണ്ട്. ബട്ട് ഇപ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഫ്രണ്ടിലും ബാക്കിലും കിടക്കുന്ന ടയർ സ്ട്രീറ്റ് ഫൈറ്റർ ടയറാണ്, നോട്ട് ആൻ ഓഫ് റോഡ് ടയർ. സോ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. മീൻസ് ഒരു ഇച്ചിരി ചരിവുള്ള സമയത്ത് നമ്മൾ ഫ്രണ്ട് ബ്രേക്ക് ഇട്ടാൽ വണ്ടി പാളും.
ഗ്രാവിന്റെ മുകളിൽ കയറിയ വണ്ടി പാളും. സോ ദേ വെള്ളച്ചാട്ടം. അമ്മേ കുഴി. ഓ വെരി നൈസ്. ഇതൊക്കെയാണ് എൻ്റെ ഒരു എൻജോയ്മെന്റ് എന്ന് പറയുന്നത്. മലയുടെ മുകളിൽ കൊണ്ടുപോകാം. ഇത് ഇടുക്കിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഹൈ റേഞ്ച്. യുനോ ഇറ്റ്സ് ഹൈ റേഞ്ച് ആണ്. വെയിലുണ്ടെന്ന് പറഞ്ഞാൽ തണുപ്പാണ്, നമുക്കൊരു കൂളിംഗ് കിട്ടും, പിന്നെ അധികം ക്ഷീണം തോന്നില്ല. അതുകൊണ്ടൊക്കെയാണ്. അല്ലാതെ നമ്മളിപ്പോൾ സാധാരണ ഒരു ചൂടുള്ള സ്ഥലത്ത് പോയി ഇതുപോലൊക്കെ അഭ്യാസം കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ ടയർഡാവും. എൻ്റെ എല്ലാ ട്രിപ്പുകളും ഇങ്ങനെയാണ്. എൻ്റെ എല്ലാ ഇടുക്കി ട്രിപ്പുകളും ഇങ്ങനെയാണ്. റോഡിൽ കൂടെ എല്ലാം വെള്ളം ഒഴുകുകയാണ്. എന്താണ് അവസ്ഥ? എൻ്റെ വണ്ടിയുടെ എല്ലാം ഇളയുന്ന തോന്നുന്നത്. അപ്പൊ ഈ ടാർ ഇളകിയ ഇതുപോലെ തല്ലിപ്പൊളി റോഡിൽ കൂടെയൊക്കെയാണ് നമ്മുടെ യാത്ര. വെരി നൈസ്. വീണ്ടും ഇളകിയ തല്ലിപ്പൊളി റോഡാണ്. ഇതൊക്കെ എന്ത്, ഇതിനപ്പുറം ചാടിക്കടന്നിട്ടുണ്ട് നമ്മളുടെ ഈ വണ്ടിയും കൊണ്ട്. വെരി നൈസ്. വേറെ വണ്ടി ഒന്നും ഓപ്പോസിറ്റ് വരാത്തത് കൊണ്ട് കുഴപ്പമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. ഇനി അതല്ല വേറെ ഓപ്പോസിറ്റ് ഒരു വണ്ടിയും കൂടെ വരുവാണെങ്കിൽ സീനാണ്. ലെഫ്റ്റ് സൈഡ് പിടിച്ച് പോകാൻ പറ്റില്ല. വീണ്ടും പൊളിഞ്ഞ് കിടക്കുന്നു. താഴെ വട്ടവടയുടെ ക്യാബേജ് കൃഷിയാണ് നിങ്ങൾ കാണുന്നത്. ക്യാബേജ് ഉണ്ട്, ബീൻസ് ഉണ്ട്. ഓ തല്ലിപ്പൊളി റോഡ്. ഇവിടെ എങ്ങനെയാണ് ഹാൻഡിൽ ബാർ ഒന്ന്. അയ്യോ പോയി. വണ്ടി വലിക്കുന്നില്ല. വണ്ടി ഒന്ന് നിന്ന് കഴിഞ്ഞാൽ കണ്ടോ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. മറ്റൊന്നുമല്ല, ബാക്ക് ടയർ സ്പിൻ ആവുന്നതാണ്. ഓഫ് റോഡ് ടയർ അല്ലാത്തതുകൊണ്ട് ഗ്രിപ്പ് കിട്ടുന്നില്ല. ടയർ കിടന്ന കറക്റ്റിലൂടെ കണക്കാണ്. ഇതാണ് പ്രശ്നം. നമ്മൾ ഓവർ കുഴിക്കത്തിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി വന്നതാണ്. വെള്ളച്ചാട്ടം ഇതുവരെ കണ്ടില്ലേ? വെള്ളച്ചാട്ടം എവിടാണോ നാട്ടുകാരെ? ചേട്ടാ എവിടെ വെള്ളച്ചാട്ടം? എവിടെ വെള്ളച്ചാട്ടം? അതുവഴി നമുക്ക് മൂന്നാർ കാണാൻ പറ്റത്തില്ല. അതുവഴി ഇറങ്ങി മൂന്നാർ പോകാൻ പറ്റുമോ? എത്ര ദൂരമുണ്ട് ഈ വെള്ളച്ചാട്ടം? 4 കിലോമീറ്റർ. ഓ അടിപൊളി. ചേട്ടാ ഒന്ന് പോക്കോട്ടെ. ചേട്ടാ പോക്കോട്ടെ. ഓക്കെ, താങ്ക് യു. എന്റെ മുന്നേ ചിലന്തിയാർ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി കഴിപ്പൊന്നും ഇല്ലെന്ന്. ഇവിടെ സ്ലിപ്പറി ആണല്ലോ. 4 കിലോമീറ്റർ ഇനിയും പോണോ? ഓ മൈ ഗോഡ്, കട്ടി. ഇത് കണ്ടോ? നിങ്ങൾക്ക് ഇത് അറിയാൻ പറ്റില്ല. ഇത് ഏതാ വഴി എന്നല്ല നിങ്ങൾക്ക് അറിയാവോ? ഒന്നുമില്ല, ഒന്ന് പോവാം. അയ്യോ അയ്യോ. ഇങ്ങനത്തെ റോഡിൽ ഓടിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാം ഒരു അഡ്വൈസ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഹാൻഡിൽ ബാർ, വണ്ടിയുടെ ഹാൻഡിൽ ബാർ ഒരിക്കലും ലൂസാക്കി വിടരുത്. പിടിച്ചു നിർത്തിക്കോണം. മീൻസ് ആ ഒരു ഇപ്പോൾ കല്ലിന്റെ മുകളിൽ കയറുമ്പോഴും ഒക്കെ വലത്തോട്ട് ഇടത്തോട്ട് ഹാൻഡിൽ തിരിയാൻ ചാൻസ് ഉണ്ട്. ഇട്ട് കഴിഞ്ഞാൽ വണ്ടിക്ക് തോന്നിയ രീതിയിൽ പോകും. അപ്പോൾ ഒരിക്കലും ഹാൻഡിൽ ബാർ നമ്മൾ വിടരുത്, ടൈറ്റ് ആയിട്ട് പിടിക്കുക. പിന്നെ ലോവർ ഗിയറിൽ വണ്ടി ഓടിക്കുക, അതായത് സെക്കൻഡ് തേർഡ് തുടങ്ങിയ ഗിയർ വണ്ടി ഓടിക്കുക. കയറ്റ ഏത് ഗിയറിലാണോ കയറുന്നത് അതേ ഗിയർ തന്നെ വേണം നമ്മൾ ആ ഇറക്കം ഓഫ് റോഡൊക്കെ പോകുമ്പോൾ ഇറങ്ങാൻ വേണ്ടിയിട്ട്. എല്ലാ കണ്ടീഷനിലും അങ്ങനെ തന്നെ വേണം ഓടിക്കാൻ. പിന്നെ അത്യാവശ്യം ഓഫ് റോഡ് ടയർ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഓഫ് റോഡിങ് കപ്പാസിറ്റി കിട്ടും. മീൻസ് അല്പം സ്വല്പം ചരിച്ചാലൊന്നും വണ്ടി പാളത്തില്ല. പിന്നീട് നല്ല റൈഡിങ് ഗിയേഴ്സ് യൂസ് ചെയ്യുക. ഞാനിപ്പോൾ എൻ്റെ വലത്ത് കൈയിൽ ഗ്ലൗസ് യൂസ് ചെയ്തിട്ടില്ല, കാരണം ഞാൻ ഫോണിലാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ടൊക്കെ ഉണ്ട്. ഹെൽമെറ്റിൽ മൗണ്ട് ചെയ്തിരിക്കുകയാണ് നമ്മുടെ ക്യാമറ. ഇപ്പോൾ ഞാൻ പോകുന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വട്ടവട ഗ്രാമത്തിൽ നിന്ന് കുറെ ചുറ്റി അടിച്ചാണ് പോകുന്നത്. ഏകദേശം 12 കിലോമീറ്റർ ചുറ്റി. പക്ഷെ നേരെയുള്ള വഴി എന്ന് പറഞ്ഞാൽ കോവിലൂർ എന്ന് പറഞ്ഞ ഒരു തമിഴ്നാട്ടിലെ ഗ്രാമമുണ്ട്. അതുവഴി നമുക്ക് ഈ പറഞ്ഞ പോലെ ചിലന്തിയാർ വെള്ളച്ചാട്ടത്തിൽ പോകാൻ പറ്റും. എൻ്റെ തിരിച്ചുള്ള യാത്ര അതുവഴിയാണ്. അപ്പോൾ തിരിച്ചുള്ള യാത്ര ഇതിലും വലിയ അഡ്വഞ്ചർ യാത്ര ആയതുകൊണ്ട് ഞാൻ ആ വീഡിയോ കൂടെ ഉൾപ്പെടുത്തി. നമ്മുടെ വീഡിയോ അധികം ലാഗ് എടുപ്പിക്കുന്നില്ല. വെള്ളച്ചാട്ടം എവിടാ? വാട്ടർഫാൾസ്. ചേട്ടാ വെള്ളച്ചാട്ടം. ചേട്ടാ തിരിച്ചാണെങ്കിൽ ഈ ടോപ്പ് ഹിൽ സ്റ്റേഷൻ്റെ അങ്ങോട്ട് പോകാൻ ഇത് തിരിച്ചു പോകണോ?
എന്നിട്ട് ആ ജംഗ്ഷനിൽ അങ്ങോട്ട് ലെഫ്റ്റ് പോകണോ? നമ്മൾ ആ ലെഫ്റ്റ് കയറി പോയാൽ മതിയല്ലേ? ഞാൻ തിരിച്ചു പോകുമ്പോൾ 3 മണിയാവും നടത്താം. 3 മണിക്ക് 4 മണി 4 മണി 5 മണി ഞാൻ ഉദ്ദേശിച്ചൊരു സ്ഥലമുണ്ട്. പക്ഷേ എനിക്കത് ഇതുവരെ കവർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഓടിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കണം എൻ്റെ വണ്ടിയുടെ ഒരു ഓഫ് റോഡിങ് കപ്പാസിറ്റി എത്രത്തോളം ഉണ്ടോ. കപ്പാസിറ്റി ടയർ ഒരു ഓഫ് റോഡ് ടയർ ആയിരുന്നു. ഫ്രണ്ടിലും ബാക്കിൽ യൂസ് ചെയ്ത ടയർ ഓഫ് റോഡിങ് ടയർ ആയിരുന്നെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും പൊളിച്ചതിനെ വണ്ടിയുടെ ഓഫ് റോഡിങ് പെർഫോമൻസ്. ഇപ്പോൾ സ്പീഡ് ഫൈറ്റർ ടയറാണ് മറ്റൊന്നും പറ്റില്ല. പറ്റിയ ടയറാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടൊക്കെ ഉള്ളൊരു പ്രശ്നമുള്ളൂ. റോഡ് പിന്നെ നമുക്ക് ഇങ്ങനത്തെ റോഡുകളിൽ ഓടിച്ചെന്ന് എനിക്കൊന്നും തോന്നാറില്ല. കാരണം ഞാൻ താമസിക്കുന്ന സ്ഥലം എൻ്റെ വീട് പത്തനംതിട്ടയിലാണ്. മലയാളപ്പുഴ എന്ന് പറയാം. ഞങ്ങളുടെ നാട്ടിൽ ഇതൊക്കെ തന്നെ ഉള്ളൂ. എന്ത് മലയാളം ഓടിച്ച് ആദ്യം വണ്ടി ഓടിച്ച് പഠിക്കുന്ന പറയുന്നത് മുന്നിലാണ്. സോ നമുക്കിതൊന്നും ഒരു പ്രശ്നമായിട്ട് തോന്നാറില്ല. തിരിച്ചിരുമ്പോൾ വണ്ടി വലിക്കും. ടയർ സ്പിന്നാവില്ല. അത് മാത്രമേ പറയാനുള്ളൂ. കാരണം ഞാനിവിടെ കിടന്നു പോകും. Power my God. This is streets, but it's a small road. My God. Here മരങ്ങളിൽ കൂടിയുള്ള ചേട്ടാ വായിക്കോ? ശരി, ആ ചേട്ടൻ കാണിക്കുന്നുണ്ട് താഴെ. നിങ്ങൾ ഇറക്കം കാണുന്നുണ്ട്. ഞാൻ കുത്തനെ ഉള്ള ഇറക്കമാണ്. ബൈക്ക് ഇവിടെ വരെ ഉള്ളൂ. അത് താട്ട് പോകും. ഇവിടെ തന്നെ ഇവിടെ ചിലന്തിയാർ വാട്ടർഫാൾസ് ഉണ്ട്. ഇതിലേക്ക് 2 വീലറിൻ്റെ ഫീസ് 10 രൂപ. ചിലന്തിയാർന്ന് ചിലന്തിയുടെ കൂട്ടാണ് ഒഴുകുന്നത്. എത്ര ടിക്കറ്റാ? എന്തോ റോഡാണ്, തല്ലിപ്പൊളി റോഡാണല്ലോ. അയ്യോ, നടുപൊടിയെന്ന് പറഞ്ഞാൽ അടിപൊളി. പിന്നെ ഭഗവാൻ, നിങ്ങൾ ഈ വെള്ളച്ചാട്ടം കാണുന്നുണ്ടോ? ഇതാണ് ചിലന്തിയാർ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. ഒരുമാതിരി വെള്ളച്ചാട്ടം. ഇതിൻ്റെ കലക്കവെള്ളം വരുന്നത് എനിക്കറിയാൻ മേല. എനിക്ക് തോന്നുന്നു ആ പാറ കാണുന്നുണ്ട്. നിങ്ങൾ ആ ഭാഗത്തു നിന്നൊക്കെ പാറ കാണാൻ പറ്റും. ആ ഭാഗത്തു നിന്നൊക്കെ തോന്നുന്നു ഈ വെള്ളം വരുന്നത്. ഇവിടെ ഇറങ്ങാം, കുളിക്കാം. ഇത് കാണാൻ പറ്റും ഇവിടെ എത്രത്തോളം മരങ്ങളുണ്ടെന്ന്. മരങ്ങൾക്കിടയിലുള്ള ഒരു വെള്ളച്ചാട്ടമാണ്. മീൻസ് ഒരുപാട് ഇരിക്കാനും വിശ്രമിക്കാനൊക്കെ പറ്റിയ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഈ ഏരിയ മൊത്തത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും.
അപ്പോൾ ഈ വെള്ളച്ചാട്ടത്തിൽ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് അങ്ങ് വട്ടവടയുടെ മുകളിൽ കാണുന്ന മൂന്നാറിൻ്റെ ഭാഗമായ സഖ്യപർവ്വതത്തിൻ്റെ ഭാഗമായ ഏതോ വലിയ 2-3 മലയുടെ മുകളിൽ നിന്നാണ് ഈ വെള്ളം വരുന്നത്. പക്ഷെ അതൊന്നും കാണാൻ പറ്റില്ല, കാരണം ഇവിടെ മൊത്തം മരങ്ങളാണ്. ഇവിടെ മൊത്തം മരങ്ങളായതുകൊണ്ട് നമുക്ക് ഈ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ വെയിൽ കൊള്ളേണ്ട ആവശ്യമില്ല. വെയിൽ കൊള്ളാണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു വെള്ളച്ചാട്ടമാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ തിരിച്ചു പോകുന്നത് കോവിലൂർ എന്ന് പറയുന്ന തമിഴ്നാട് ഗ്രാമത്തിൽ കൂടിയാണ്. അത് കുറച്ചുകൂടി ഷോർട്ടാണ് റോഡ്. ഇപ്പോൾ വന്നവരുള്ള വലിയ ലോങ് ചുറ്റുകളൊന്നുമില്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.